ഹായ്, വെയിറ്റ് ബിഫോർ യു സ്ക്രോൾ ഡൗൺ. ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരു ചെക്കൻ ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവനൊരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ്. അവനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, മേ ബി ഒരു 1 year or 2 years ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. പുള്ളിക്കാരി ഒരു ഹിന്ദു കുട്ടിയായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു അന്ന് കാണാൻ അവളെ. അപ്പം ഇവനിക്ക് അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇവനിങ്ങനെ അവർ തമ്മിൽ ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. ലെറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമായിരുന്നു കേട്ടോ. ലെറ്ററൊക്കെ കൊടുത്തിട്ടുള്ള ഇതായിരുന്നു. പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് അവളിലൊക്കെ ഇങ്ങനെ പിടിച്ച് എന്നുള്ളതൊക്കെ ചെയ്യുമായിരുന്നു. ഇവർ തമ്മിൽ ഫോണിലൊക്കെ പണ്ട്, ഞാൻ പറയുന്നത് ഒരു 2007 2006 ആ ഒരു ടൈമിലെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അന്നൊക്കെ നമുക്ക് ലാൻഡ് ലൈൻ ആണല്ലോ ഉള്ളത്. അന്നൊന്നും ഈ സോഷ്യൽ മീഡിയാസും അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആകെയുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഉണ്ട്, നീ എവിടെ ഉണ്ടോ എന്നുള്ള അറിയാനായിട്ടുള്ളൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ലാൻഡ് ലൈൻ ഉണ്ടാവും. ആ ലാൻഡ് ലൈനിലേക്ക് കോഡ് വിടും. അപ്പം ഈ ചെക്കനും അതണക്ക് അങ്ങോട്ട് മിസ് കോൾ ഇടും, അവൾക്ക് മിസ് കോൾ തിരിച്ചു വിടും, അങ്ങനെയായിരുന്നു. അവൾ മിസ് കോൾ തിരിച്ചു വിടും, അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ 7th ക്ലാസ് ഇവർ ആ സ്കൂളിൽ നിന്ന് മാറി വേറെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, അവരുടെ സെൻഡ് ഓഫിൻ്റെ അന്ന് ലാസ്റ്റ് ഡേ. അന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരിയാണെങ്കിൽ ഇവനിക്ക് ഒരു ഫോട്ടോ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പം അവൾ വന്നില്ല, പകരം അവളുടെ കൂട്ടുകാരിയെ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു ഫോട്ടോ വേണം എന്നൊക്കെ പറഞ്ഞു. അതായത് ഇവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ. അങ്ങനെ ഇവൻ ചോദിച്ചു അതെന്താ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അവളല്ല വന്ന് പറയുന്നത്, അവളുടെ കൂട്ടുകാരിയാണ് വന്ന് പറയുന്നത്. കൂട്ടുകാരികളെ വിട്ടിട്ടാണ് പറയിപ്പിക്കുന്നത്. അവൾ നിന്നെ കണ്ടിരിക്കുന്നത് ബോയ് ഫ്രണ്ടായിട്ടല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ബാല്യം അങ്ങ് പകച്ചുപോയി. അവൻ തളർന്ന് അവിടെ ഇരുന്നു. അപ്പോൾ അവൻ്റെ തൊട്ടടുത്തിരുന്ന അവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചിരിച്ചു. അന്ന് അവൾ കളഞ്ഞിട്ട് പോയ ചെറുക്കനാണ് ഇവൻ. വേദിയെ തടുക്കാൻ കഴിയോ? ആ സമയത്ത് എനിക്ക് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി. ആ ടൈമിൽ അവനും ബ്രേക്കപ്പ് ഉണ്ടായി. അവിടെ വിധി എന്താന്ന് നോക്കണം എന്നാണ്. അങ്ങനെ അവസാനം 2 years ശേഷം, അതായത് ആ 7th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് അവൻ്റെ സ്കൂൾ കഴിഞ്ഞ് വേറെ സ്കൂളിൽ പോയി. എന്നിട്ട് 2 years, അപ്പം 8 9th സ്റ്റാൻഡേർഡിൽ ഈ വിധി എന്നെ തേടി അവിടെ എത്തി. വിധിയെത്തെടുക്കാനായില്ല. പക്ഷെ എന്ത് പ്യൂറായിരുന്നല്ലേ ആ ലവ്.